കൊച്ചേട്ടാ 2 ചായ. എവിടെ നാട് ഉണങ്ങി നാരങ്ങ? നീരൊന്നും ഇല്ലല്ലോ. ഉള്ള നീര് മതി. ഐസില്ലേ? ഇല്ല. എത്രയായി? 1.80. ആ, വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. മതി മതി. എന്ത് പണിയാ കൊച്ചേട്ടത്? ചായ. ചായ അല്ല, ചൂടുവെള്ളം. ദേ കല്യാണം മുടക്കി. കാലത്തെ കെട്ടിയെടുക്കുന്നുണ്ട്. ഇനി ആർക്കിട്ടാണ് എന്നെ വിളിച്ചോ? എന്താ ഒരു കഷായം കുടിച്ചതുപോലെ? എന്റെ ചായ പറ്റുമല്ലോ പറഞ്ഞാലോ. തന്നെ പറ്റിയാലോ? താൻ പോയി കടുപ്പത്തിൽ ചായ ഇട്. വീഡിയോ ഉണ്ടോ ഒരെണ്ണെടുക്കാൻ? ഇല്ല. അപ്പൊ ഇത് ഓ, ഇങ്ങനെ ഒരു പരമനാറി ഒരു വീഡിയാണ്. ഓ, എന്തൊരു സ്നേഹം. എടാ ദാവീദ്, അല്ല നമുക്കൊരു കല്യാണം കഴിക്കണ്ടേ? നമുക്കോ? അല്ല നിനക്ക്. എനിക്ക് ഞാൻ കഴിച്ചോളാം. അല്ല മാതുണ്ണിയാശാനെ, നിങ്ങൾ ആ സുഭദ്ര കൊച്ചിനിട്ട് ചെയ്ത് ഇച്ചിരി കടന്ന കൈയായിപ്പോയി. അതിന് നിനക്കല്ലാടാ. ഈയിടെയായിട്ട് കളി അല്പം കൂടുന്നുണ്ട്. ആ പരമ ഇവിടെ ഇല്ലാത്ത ഇയാളുടെ യോഗം. പരമ വന്നെ ഇപ്പൊ അങ്ങ് ഞൊട്ടും. കടിക്കാൻ വല്ലതും വേണം? ചൊറിയാൻ വല്ലതുണ്ടോ? ആ, വേണേ ചൊറിഞ്ഞുതരാ. അല്ല തനിക്ക് നിർബന്ധമായി അയക്കോ, എനിക്കൊരു വിരോധമില്ല. തണുത്ത് പോകാതിരിക്കാൻ വേണ്ടി എടുത്ത് കുടിച്ചതാ. നീ ആര് ഐസ് പെട്ടിയാ? കൊച്ചേട്ട ഒരു ചായ കൊടുക്കും. അല്ല വേണ്ട, ഇത് ഞാൻ കുടിച്ചോളാം. നീ കാശ് കൊടുത്താ മതി. അയ്യോ, അല്ല ജോണി, പരമൂനെ കണ്ട കാലം മറന്നല്ലോ. എടോ, പറശ്ശിനിക്കട എത്തി. ഇറങ്ങി ഇറങ്ങി. അതാ പരമു. എടാ അളിയാ, എനിക്കെന്താണ്? എവിടെയാണ് ഈ പച്ച വെളിച്ചവും വിളക്കും? എടാ അളിയാ, നിന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടെയായിരുന്നു ഇത്രയും കാലം? കിഴക്കൻ തോട്ടത്തില്. കൊച്ചടാ സുഗന്ധനെ, എന്താടോ കല്യാണം മുടക്കി? നമുക്കൊന്ന് കൂടണ്ടേ? എന്നാ വാ, നടക്ക്. ഇനി ഈ നാട്ടിൽ കുറെ കുത്തുമെട്ടൊക്കെ നടക്കും. എടാ ഉണ്ണിത്താനെ, താനെന്നെ പണിക്ക് കയറ്റണ്ടെന്ന് പറഞ്ഞു. ആ പറഞ്ഞു. ആ, എന്നാ കാര്യം? എനിക്കൂടെ ഒന്ന് അറിയണമല്ലോ. ഞാൻ എന്നാ ചെല്ലിയേറ്റ് അങ്ങോട്ട് കയറുകയല്ലേ? ആ, കാരണം കിഴക്കൻ തോട്ടത്തിൽ കിടന്ന് ഉഷ്ണപ്പെണ്ണ് പിടിച്ചോമാർക്കൊന്നും പണിയെടുക്കാനുള്ള അല്ലടാ എന്റെ സൈറ്റ്. പരമാറി നിന്റെ തന്തയ്ക്കാണ് ഉഷ്ണപ്പെണ്ണ്. എന്റെ തന്തയ്ക്ക് പറയാൻ മാത്രം നീ വളർന്നോടാ. ഓ പിന്നെ ഞൊട്ടു കുത്തി മലത്തി കളയാനല്ലാത്രേ. പണി ചോദിക്കാൻ വരുന്നവരെ നീ തല്ലിക്കും അല്ലടാ. എന്റെ തന്തയും കൂടെ മുടച്ചുണ്ടാക്കിയോടാ നിന്റെ കാണുന്ന. എന്താ ഇത്? മാറ, അവന്റെ തല്ലൊന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനാ പറഞ്ഞത്. നീ മാറും. ചുമ്മാ കാലത്ത് തന്നെ കത്തിയും കുറുപിടിയൊക്കെ ആയിട്ട്. എടോ വരാൻ. ആരുടെ മത്സരത്താ ഇഷ്ടപ്പെടുന്ന നിനക്ക് ഞാൻ കാണിച്ചു തരണം. അപ്പു ഇങ്ങോട്ട് വരാൻ. എടോ പാടാ. മാറ. എന്തോ നടാ കിണിച്ചോണ്ടിരിക്കുന്നത്? ജോലി ചെയ്യാൻ പറഞ്ഞത് കേട്ടില്ലേ? പരമുവേ, നീ ഇന്നലെ ഉണ്ണിത്താൻ മുതലാളിയായിട്ട് ഉടക്കി അല്ലേ? ആ, ചെറുതായിട്ട്. നീ ഇനി തോട്ടത്തിൽ പോകുന്നതാ പരമു? അതോ പണി പോയോ? പണി പോയൊന്നുമില്ല, ഞാൻ നിർത്തി പോന്നതാ. അവിടെ നിൽക്കാൻ വരുന്നേ, ഭയങ്കര അട്ടയാ. വേണ്ടേ? കാൺമതിന്നായി
ഞാൻ തനിയേ അല്ല ഇതാര് കല്യാണം മുടക്കി മാത്രണിയോ? കല്യാണം മുടക്കിയല്ല, കല്യാണം നടത്തിയ. ജോണി നീ ഞാനേ എടാ എടാ നീ ഇനി വരാൻ പറഞ്ഞു ഇങ്ങോട്ട് പറയും, ഞാൻ വിളിച്ചാൽ നിനക്ക് വരാൻ വരും. എടാ നീ കവലച്ചട്ടിമ്മളോട് തെണ്ടി തിരിഞ്ഞു വന്നാലേ നിനക്ക് ഞാനിപ്പോ ആലോചിക്കുന്ന കല്യാണം മുടങ്ങും. അവര് നല്ല കുടുംബക്കാരടാ, ദത്ത് മനസ്സിലായോ? അല്ല മാത്തുണേശനെ, താൻ ഇതുവരെ എനിക്കൊരു കല്യാണം ആലോചിച്ചിട്ടുണ്ടോ? മുടക്കിയിട്ടുമില്ല. നീ പടാ, നീ ഇന്നേ വരെ എനിക്കൊരു ചായ വാങ്ങിച്ചതുണ്ടോ? ആ അതുമല്ല, നിങ്ങളുടെ ജാതിന് എനിക്കൊരു കല്യാണം ആലോചിക്കാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യ്, മാമോദീസ മുങ്ങി ഒരു ക്രിസ്ത്യാനായിട്ടിങ്ങ് വാ. എവിടെ വേണേലും മുങ്ങാം. മലയെ തോമാറ്റന്റെ നമ്മൾ ഡോളിയെ കെട്ടിച്ചേരാവോ? അത് ശരി, പക്ഷെ നിന്റെ കരന്തിരിവെന്നറിയണമല്ലോ. ഓ അറിയിക്കാലോ. ദാ ഇത് കരം, ഇത് ഞാൻ കവലക്കെട്ടുമ്പോ അല്ലടാ കുറഞ്ഞ എങ്ങനെയുണ്ട് ആശാനെ കരന്തിരിവ്? ഇതൊക്കെ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന വഴിയായിരിക്കല്ലേ? എന്താ ഇത് പരമചേട്ടാ, നടുക്കവലിൽ വെച്ച്? അതൊക്കെ ചുമ്മാ തന്നെ. വാ കടവരെ ഞാനും വരാം. എടാ ജോണി നീ വാ. പരമചേട്ടാ, ഇത് ജോണിയല്ലേ, കാവിലെ കൊച്ചനെ ചേട്ടത്തിയുടെ? അതെ. പരമചേട്ടന്റെ അപ്രന്റീസ് ആയിരിക്കും അല്ലേ ചട്ടമ്പിത്തരം പഠിക്കാൻ? അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ പരമ ഇപ്പൊ ഭയങ്കര പാവ. ഓ പിന്നെ ഞാനിപ്പോ കണ്ടല്ലോ ആ പാവത്തിന്. ഇതാ ഈ ഗീത കുഞ്ഞിന്റെ ഒരു കാര്യം. ഞാൻ ഏതാണ്ട് ഗജപോക്കിരിയാണെന്നാ വിചാരം. ഇപ്പൊ തന്നെ ഞങ്ങൾ ഓരോ ചായയും കുടിച്ചോണ്ട് ആ ചായക്കട വെറുതെ ഇരിക്കായിരുന്നു. അപ്പൊ ആ കല്യാണം മുടക്കി വന്ന് ഞങ്ങളെ ചുമ്മാ നാലും ചീത്ത വിളിച്ചു. ഞാൻ ചോദിച്ചു എന്തിനാ മാത്തുണ്ണിയാച്ചനെ ഞങ്ങളെ ചീത്ത പറയുന്നത്? അത് കേട്ടപ്പോ കുഞ്ഞു വിചാരിച്ച് നമ്മളെന്തോ അടിപൊളി ഉണ്ടാക്കണം അല്ലേ? പിന്നെന്തിനാ കഴുത്തിന് പിടിച്ച് ഞെക്കിയത്? അത് പിന്നെ നമ്മൾ പറയുന്നതിന് ഒരു ബലം വേണ്ടേ? അല്ലടാ. അതെ 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 അതെ, ഒരു പുണ്യാളൻ. എന്തിനെന്നല്ലേ അച്ഛനോട് വഴക്കുണ്ടാക്കിയേ? അതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു, നേരല്ലേ? അത് പിന്നെ ചുമ്മാ അല്ല. പിന്നെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? നടക്കുന്നു. എടാ കുഞ്ഞിനെ എവിടെ കൊണ്ടോടാ? ബാഗ്. വിട്ടോ. തരട്ടെ. എടാ പരമേ, ആ കൊച്ചങ്ങ് തെളിഞ്ഞു പോയല്ലോടാ, നമ്മുടെ പിള്ളാച്ചന്റെ കടയിലെ അലുവ പോലെ. പാവം ഗീതക്കുഞ്ഞ്. ഗീതക്കുഞ്ഞിന്റെ അമ്മയും പാവ യശോദാമ്മ. ചെറുപ്പത്തിൽ പട്ടിണി കിടന്ന് ഞാൻ ചത്തുപോകാരുന്ന ഇവരുടെ കാരണം കൊണ്ടാ അന്ന് ഞാൻ ആ ഗീതക്കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകുന്നേ. എനിക്ക് തിന്നാൻ എന്തെങ്കിലും കൈ യശോദാമ്മ കൊടുത്തേക്കും. ഗീതക്കുഞ്ഞിന്റെ അച്ഛനായി പോയി, അല്ലെങ്കിൽ അന്നേ ഉണ്ണിത്താനെ കുത്തി മലത്തിയനെ. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന 10 സെന്റും കുളം കോരിയത് അവനാ എന്റെ അച്ഛനുള്ള കാലത്ത്. അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ, കുഴപ്പമൊന്നുമുള്ള സ്ഥലമല്ലല്ലോ. ഓപ്പൺ എയർ ആവുമ്പോ എന്ത് കുഴപ്പം സാറേ? ഞങ്ങൾ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നത് കാവുംകുളത്തിന്റെ കരയിൽ വെച്ചല്ലേ. കാവുംകുളത്തിൽ പ്രേതമുണ്ടെന്നാ നാട്ടുകാരുടെ വിശ്വാസം. ചത്തുപോയ ഏതോ തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതം. പകല് പോലും ഒരു ഈച്ച അവിടെ വരത്തില്ല. അത് സാരമില്ല, തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതമല്ലേ, നല്ലൊരു പ്രൊട്ടക്ഷനാ. ആ എന്നാ ഞാൻ ഇറങ്ങട്ടാ. അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ, ആ പെണ്ണേതാ? അവൾക്ക് ഇത് തന്നെയാണോ തൊഴില്? ഏയ് പങ്കിളി, കുലസ്ത്രീയല്ലേ. അവിടുത്തെ ഷാപ്പുകാരന്റെ ഭാര്യ. അയാളാണെങ്കിൽ ഒരു കിളവൻ. എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയില് അവൾ ആങ്ങളയ്ക്ക് ഒരു പണിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പിച്ചു വെച്ചിരിക്കുക. അപ്പൊ നാളെ കഴിഞ്ഞ് വറീദിനെ ഇങ്ങോട്ട് അയക്കട്ടോ? വേണ്ട വേണ്ട, എന്റെ കാര്യത്തിന് ഞാൻ വന്നേക്കാം. എന്നാ ഞാൻ പോട്ടെ.